പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വിജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഷാർബെയിൽ മക്ലോഫ് എന്നു പേരുള്ള ഒരു വിശുദ്ധനെ കുറിച്ചാണ്. അതിലോട്ട് വരുന്നതിന് മുൻപ് as usual, let us begin with a prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, advenia regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos indicas in tentationem, sed libera nos a malo. Amen. വിശുദ്ധ ഷാർബെയിൽ മക്ലോഫ് 1828 ലെബനോനിലെ ഒരു വില്ലേജ് ആയിട്ടുള്ള ബേക്ക കഫ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് വിശുദ്ധ ഷാർബെയിൽ മക്ലോഫ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാമോദിസ പേര് യോസെഫ് അന്റോൺ മക്ലോഫ് എന്നാണ്. പിന്നീട് തൻ്റെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി മൊണാസ്ട്രി ഓഫ് അവർ ലേഡി ഓഫ് മേഫോക്കിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തു. പിന്നീട് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് മൊണാസ്ട്രി ഓഫ് സെൻറ്റ് മേരൺ അന്നായിലെ മൊണാസ്ട്രിയിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തു. കുഞ്ഞുനാളിൽ തന്നെ മാതാപിതാക്കൾ വളരെ ഭക്തിയിലാണ് ഈ കുട്ടിയെ വളർത്തിയിരുന്നത്. വിശുദ്ധ ഷാർബെയിൽ മക്ലോഫ് ഒരു ലെബനീസ് കാത്തലിക്കാണ്, ഒരു മാരണൈറ്റാണ്. അങ്ങനെ അന്നായിലെ മൊണാസ്ട്രിയിൽ ചേർന്നതിന് ശേഷമാണ് 2-ാം നൂറ്റാണ്ടിൽ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ ഷാർബെയിലിൻ്റെ പേര് ഇദ്ദേഹം സ്വീകരിക്കുകയും ഷാർബെയിൽ മക്ലോഫ് എന്ന പേര് ഇദ്ദേഹം സ്വീകരിച്ചത്. പിന്നീട് 1875 വിശുദ്ധ പത്രോസ്ലീഹയുടെയും പൗലോസ്ലീഹയുടെ നാമത്തിലുള്ള ഒരു മൊണാസ്ട്രിയിൽ ഒരു സന്യാസിയായിട്ട്, ഒരു ഹെർമിറ്റായിട്ട് ജീവിക്കാനുള്ള പെർമിഷൻ വിശുദ്ധ ഷാർബെയിലിന് ലഭിച്ചു. പിന്നീട് 1898 ഡിസംബർ 24 ഇദ്ദേഹം സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വിശുദ്ധ ഷാർബെയിൽ ഒരു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെക്കാളും കൂടുതൽ അത്ഭുതങ്ങൾ ഇദ്ദേഹം മരണശേഷം ചെയ്തിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫാമിലി ഓഫ് സെയിൻറ്റ് ഷാർബെയിൽ. ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 33,000-ത്തിലധികം അത്ഭുതങ്ങൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 33,000 അത്ഭുതങ്ങളിൽ ക്യാൻസർ മാറിയതും ട്യൂമർ മാറിയതും മറ്റ് മാരക രോഗങ്ങൾ മാറിയതെല്ലാം നമുക്ക് ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു വിശുദ്ധനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരു ദിവസം ഇദ്ദേഹം സുഹൃത്തുക്കളോട് തൻ്റെ വിളക്ക് കത്തിക്കാൻ കുറച്ച് ഓയിൽ ചോദിച്ചു. സുഹൃത്തുക്കൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് കത്തിച്ച തിരിയുമായിട്ട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ഷാർബെയിലിനെയാണ്. ആ വെള്ളം കത്തുകയാണ്. അവൾ 1898 ഡിസംബർ 24 ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഈ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം ഒരു അത്ഭുത ദൃശ്യം കണ്ടു. ദിവസങ്ങളോളം ഇദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ നിന്നും പ്രകാശം പ്രസരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഇവർ ഇദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ കുഴിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം കലർന്ന വിയർപ്പ് ഒഴുകി വരുന്നത് ആൾക്കാർ കണ്ടു. അങ്ങനെ 2-3 തവണ ഇദ്ദേഹത്തിൻ്റെ ബോഡി വീണ്ടും മറവ് ചെയ്തു. വീണ്ടും തുറന്നു നോക്കിയപ്പോഴെല്ലാം ഏകദേശം 10-60 വർഷത്തിലധികം ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്നും വിയർപ്പും രക്തവും കലർന്ന ദ്രാവകം ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ വിശുദ്ധൻ 33,000-ത്തിലധികം അത്ഭുതങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള അത്ഭുതങ്ങൾ തൻ്റെ മരണശേഷം ഈ വിശുദ്ധൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടന്ന ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ളൊരു യുവതിയുടേതാണ്. ഈ ഓസ്ട്രേലിയൻ യുവതി ഈ വിശുദ്ധനെ പറ്റി കേട്ടിട്ട് ലെബനോണിലോട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷേ പ്രാർത്ഥിക്കാൻ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കല്ലറ കാണാനുള്ള ടൈം അവസാനിച്ചു. ഇനി കാണാൻ പറ്റില്ല, ഇനി അടുത്ത ദിവസമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർക്ക് തിരിച്ചു പോകണം. അതിന് ഇവർ തിരിച്ചു പോകാൻ നേരത്ത് ഒരു ലെബനോൻ പ്രീസ്റ്റ്, ഒരു മാരണൈറ്റ് പ്രീസ്റ്റ് ഈ യുവതിയെ കണ്ട് കാര്യം ചോദിച്ചു, എന്താണ് തിരിച്ചു പോകുന്നത്? അപ്പോൾ കാര്യം പറഞ്ഞു, ഇങ്ങനെ സമയം കടന്നുപോയി, ഇനി കാണാൻ പറ്റില്ല, അത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് മോളെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വൈദ്യൻ എന്ത് ചെയ്തു, ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവരെ ബ്ലസ് ചെയ്തിട്ട് വിട്ടു. അപ്പോൾ ഈ ബ്ലസ് ചെയ്യുന്ന ഫോട്ടോ ഈ സ്ത്രീയുടെ കുട്ടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു ഓസ്ട്രേലിയയിലോട്ട് തിരിച്ചെത്തി തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു ഓസ്ട്രേലിയക്കാരിക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഒരു വൈദികൻ ബ്ലസ് ചെയ്തു. ഈ ഫോട്ടോ കണ്ട ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ഇതല്ലേ വിശുദ്ധ ഷാർബേൽ. 1965 വിശുദ്ധ പോൾ ആറാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലോട്ട് വിശുദ്ധ ഷാർബേലിനെ ഉയർത്തി. പിന്നീട് 1977 പോൾ ആറാമൻ പാപ്പ തന്നെ വിശുദ്ധരുടെ പദവിയിലോട്ട് ഇദ്ദേഹത്തെ ഉയർത്തി. വളരെ ശക്തനായ വിശുദ്ധനാണ്. വേണമെങ്കിൽ നമുക്ക് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി നിരവധി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലൊന്നും പൊതുവേ ഈ വിശുദ്ധനെ പറ്റി പറയുന്നത് കേൾക്കാറില്ല. നമ്മുടെ അന്തോണിസ് പുണ്യാളിനെ പോലെയും ഈ വർഗീസ് പുണ്യാളിനെ പോലെയും പൊതുവേ നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുചൊല്ലുക. നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക. വിശുദ്ധ ഷാർബേൽ ഈശോയോട് ചോദിച്ച്, ഈശോയോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. ഓ ലോർഡ്, infinity holy and glorified in your saints, you inspire the holy monk and hermit Charbel to live and die in the way Jesus Christ, and gave him the strength to detach himself from the world in order to make the monastic virtues triumph in his hermitage. We implore you to bestow upon us the grace to love you and to serve you by following his example. God Almighty, who manifested the power of Saint Charbel's intercession by numerous miracles and favors, grant us through his intercession this grace. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. Amen. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with thee. Blessed art thou among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. Viva Christore.